ചുവപ്പുമുള്ളവൻ ആ യേശുവിന് തുല്യനായി ലോകത്തിൽ ആരുമില്ല. 10,000 പേരിൽ അതിന് അതിശ്രേഷ്ഠൻ. അത് ഉത്തമഗീതത്തിൽ വായിക്കുന്നു, എൻ്റെ പ്രിയനോ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ, വെണ്മയും ചുവപ്പുമുള്ളവൻ. അങ്ങനെയുള്ള തേജസ്സുള്ളവനായ യേശുവിനെ എതിരേൽക്കണമെങ്കിൽ ആ യേശുവിന് വേണ്ടിയുള്ളൊരു കാന്ത ആരായി തീരണം? വെണ്മയും ചുവപ്പുമുള്ള തേജസ്സുള്ള ഒരു അനുഭവത്തിലോട്ട് വരണം. എന്ന് പറഞ്ഞ ശരീരത്തിന്റെ വെളുപ്പും കറുപ്പും ഒന്നുമല്ല കേട്ടോ. നമ്മുടെ ആകം നല്ല എങ്ങനെ ഇരിക്കണം? നല്ല സൗരഭ്യമായി, നല്ല സൗന്ദര്യമുള്ളതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി നാം എന്ത് ചെയ്യണം? 45-ാം സങ്കീർത്തനത്തിലോട്ട് വരുമ്പോൾ അവിടെ പറയുന്നു, അല്ലയോ കുമാരി കേൾക്ക. 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. അല്ലയോ കുമാരി കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക, സ്വജനത്തെ കേൾക്ക, നോക്കുക, ചെവി ചായ്ക്ക. ഇപ്പൊ കേട്ടോ, നന്നായി കേട്ടോളണം. ദൈവത്തിന്റെ വചനം നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നീട് നോക്കണം. ആരെ നോക്കണം? മണവാളനായ യേശുവിനെ നോക്കണം. ഈ ലോകത്തിൽ യേശു പോയ പാതകളെ നോക്കിക്കൊണ്ട് യേശുവിന്റെ കാൽച്ചുവടുകളെ അനുഗമിക്കണം. കഷ്ടതകൾ സഹിക്കാൻ തയ്യാറാകണം. യേശു നമുക്ക് വേണ്ടി സഹിച്ച കഷ്ടതയ്ക്ക് മുന്നിൽ നമ്മുടെ കഷ്ടത എന്താ ഉള്ളത്? ഒരു പനി വരുമ്പോഴത്തേക്കും നമുക്കിന്ന് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു ചെറിയ പല്ലുവേദന വന്നാൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം എനിക്കെത്തുള്ളൂ. പക്ഷെ അതുപോലെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് വേണ്ടി നമ്മുടെ യേശു സഹിച്ച കഷ്ടത എന്തായിരുന്നു? പാപമില്ലാത്ത ആ യൗവന രക്തം, 33 വയസ്സ്, 33.5 വയസ്സ്. ആ യൗവനത്തിൽ നമുക്കറിയാം, ഒരു 33.5 വയസ്സെന്നൊക്കെ പറയുമ്പോൾ നല്ല ആരോഗ്യത്തിൽ നിറഞ്ഞ് ആ രക്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം, വേദന അതേപടി ശരീരത്തിൽ അറിയുന്ന ഒരു സമയമാണ്. ദൈവത്തിന് സ്തോത്രം. ആ സമയത്ത് യേശുവിനെ ചമ്മട്ടി കൊണ്ട് മുതുകടിച്ച് കീറി, ഉഴവുകാരൻ ഉഴുന്ന് മറിക്കുന്നത് പോലെ തൻ്റെ മുതുക അടിച്ച് കീറി മാംസകഷ്ണങ്ങൾ ഇളകി മറിഞ്ഞു നിന്ന്. അപ്പോൾ വേദനയില്ലേ പ്രിയമുള്ളവരെ? നമ്മെ ഓരോരുത്തരെയും ആ കർത്താവ് സഹിക്കുവാൻ, നമ്മുടെ വേദനകളെ ചുമക്കുവാൻ വേണ്ടി ആ വേദനകളെ യേശു സഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടും തീർന്നില്ല. യേശു ഈ മരക്കുരിശ്, പച്ച മരക്കുരിശ് ചുമന്നുകൊണ്ട് ആ ഗോൽഗോഥ മലമുകളിലേക്ക് കയറി. ശരീരമാസകലം തകർക്കപ്പെട്ടവനാൽ, ഒരു ഭാഗത്ത് മാനസികമായി തകർക്കപ്പെട്ടവനാൽ. കാരണം കുറ്റമില്ലാത്തവൻ, പാപമില്ലാത്തവനായ യേശു നിന്നെ ഏതെല്ലാം വിധത്തിൽ പഴിചാരാമോ ആ വിധത്തിലെല്ലാം പഴിചാരി നിന്ദിതനായി തീർന്ന് യേശു ഒക്കെ നിൽക്കുകയാണ്. പിന്നെ മുതുകടിച്ച് കീറി അടുത്തതായിട്ട് അവൻ്റെ തലയിൽ ഒരു മുള്ളു മെടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു, നീ രാജാവെന്നല്ലേ പറഞ്ഞത്, നിനക്ക് ഞങ്ങളൊരു കിരീടം തരാം. ആ കിരീടം എന്തായിരുന്നു? ഒരു നല്ല സ്പോഞ്ച് കൊണ്ടുണ്ടാക്കിയതായിരുന്നില്ല. ഒരു മുള്ള്, നല്ല കാര്യം, നല്ല ആണി പോലെ മൂർത്ത് മുനയുള്ളതായ ആ 2-3 ഇഞ്ച് നീളമുള്ളതായ മുള്ള് കൊണ്ടുള്ളതായ ഒരു വള്ളി എടുത്ത് അത് ചുറ്റി കിരീടം പോലെ ഉണ്ടാക്കിയിട്ട് തലയിൽ വെച്ചിട്ട് അവർ കോല് കൊണ്ട് ആഞ്ഞ് തലയിൽ അടിച്ചിട്ട് പറഞ്ഞു, നീ ഇസ്രായേലിന്റെ രാജാവല്ലേ, നിനക്ക് കിരീടം ഇരിക്കട്ടെന്ന് പറഞ്ഞു. ആ തലയിൽ നിന്ന് രക്തം വാർന്നിടുമ്പോൾ വേദനയില്ലേ? നമുക്കൊരു ചെറിയ വേദന വരുമ്പോൾ, തലയ്ക്ക് വേദന വരുമ്പോൾ നമ്മൾ പറയത്തില്ല, അയ്യോ എന്തോ ഒരു വേദന, ഭയങ്കര തലവേദന. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും പറയാറുണ്ട്, രാത്രി കാലങ്ങളിൽ നമ്മൾ രാത്രി ഉറക്കളച്ച് നിന്നിട്ടില്ലേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ തലയിലെ വേദനയ്ക്ക് വേണ്ടി അവൻ മുൻപേ തകർക്കപ്പെട്ടിട്ടുണ്ട്. നാം മനസ്സുകൊണ്ട് ചെയ്ത പാപത്തിന് വേണ്ടി, നമ്മുടെ കാലുകൾ കൊണ്ട് ചെയ്ത പാപത്തിന് വേണ്ടി, നമ്മുടെ ശരീരം കൊണ്ട് ചെയ്ത പാപത്തിന് വേണ്ടി, നമ്മുടെ കരങ്ങൾ കൊണ്ട് ചെയ്ത പാപത്തിന് വേണ്ടി യേശു തകർക്കപ്പെട്ടു. കാരിരുമ്പാണികൾ അവന്റെ കരങ്ങളിൽ ആഴത്തിൽ അടിച്ചിറക്കി ക്രൂശിൽ നാട്ടിയപ്പോൾ യേശുവിന് വേദനയില്ലായിരുന്നോ? പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഈ യേശു വേദനയെ സഹിച്ചുകൊണ്ട് ഇപ്പോൾ പറയുകയാണ്, ഞാൻ ജയിച്ചു, ഇനി നിങ്ങളും ജയിക്കണം. യേശു ജയിച്ചു. സകല നാമത്തിന് മേലായി നാമം ധരിച്ചവർ ഇപ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിലായിരിക്കുമ്പോൾ വിളിച്ചു പറഞ്ഞു, ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ജയിക്കണം. ആരെപ്പോലെ? ഞാൻ ജയിച്ചതുപോലെ, യേശു ജയിച്ചതുപോലെ നാം ജയിക്കണം. എങ്ങനെ ജയിക്കണം? ലോകം, ജഡം, സാത്താൻ എല്ലാത്തിനും ജയിക്കണം. കഷ്ടതകളെ നാം ജയിക്കണം, നിന്ദകളെ നാം ജയിക്കണം, ആ പ്രതികൂലങ്ങളെ നാം ജയിക്കണം. എങ്ങനെ ജയിക്കാം? യേശുവിൻ്റെ നാമത്തിൽ ജയിക്കാം. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് പാപത്തിൻ്റെ മോചനം നൽകുന്ന ഒരു ശക്തിയാണ്. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് അത് രോഗസൗഖ്യം തരുന്നതാണ്, നിന്ദകൾ സഹിപ്പാനുള്ള ശക്തി പകരുന്നതാണ്, പീഡനങ്ങൾ സഹിപ്പാനുള്ള ശക്തി പകരുന്നതാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അതനുഭവിക്കുന്ന ദൈവമക്കൾ കരയോടെ പറഞ്ഞോട്ടെ. ഹല്ലേലൂയ.
അതേ അങ്ങനെയുള്ള ഒരു ദൈവജനത്തിന് വേണ്ടി യേശു വരാൻ പോവുകയാണ്. സഹിച്ചുകൊണ്ട്, കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ആ നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി യേശു തേജസ്സിൽ വെളിപ്പെടും. ആ സുദിനം ഏറ്റവും ആസന്നമായിരിക്കുന്നു. ആർക്ക് വേണ്ടി? സിയോന് വേണ്ടിയും യെരൂശലേമിന് വേണ്ടിയും കർത്താവ് മഹാതീഷ്ണതയോടുകൂടെ എരിയുകയാണ്. ഇന്ന് നാം നിർമ്മലരായി ജീവിക്കുവാൻ വേണ്ടി, നാം വിശുദ്ധരായി ജീവിക്കുവാൻ വേണ്ടി, ലോകത്തിന്റെ മാലിന്യങ്ങളേശാതെ ജീവിക്കുന്നതിന് വേണ്ടി, കളങ്കമേശാതെ ജീവിക്കുന്നതിന് വേണ്ടി കർത്താവ് നമ്മെ ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളതാണ് നമ്മെ ഓരോരുത്തരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. ആ ദൈവത്തിന്റെ ഹിതം ഒരു മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മുന്നേറി പോകാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഒരു ശരീരം ഒരുക്കിയപ്പോൾ പിതാവിന്റെ ഹിതം ചെയ്യുവാൻ തന്നെ സമർപ്പിച്ചതായിട്ട് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവിടെ പറയുന്നു, ദൈവമേ, നീ ഹനനയാകും വഴിപാട് ഇച്ഛിച്ചില്ല, എന്നാൽ നീ എനിക്കൊരു ശരീരം തന്നു. ഈ ശരീരത്തിൽ ഞാനിതാ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു പിതാവിനെ അനുസരിച്ചു. അങ്ങനെയാണെങ്കിൽ യേശുവിന് കൊടുക്കപ്പെട്ടതുപോലെ ഇപ്പോൾ പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും ഒരു ശരീരം ദൈവം തന്നു. എന്തിനു വേണ്ടി? ലോകത്തിൽ കുറച്ച് നാൾ ജീവിച്ച് ലോകത്തിലെ സുഖങ്ങൾ അനുഭവിക്കാനില്ല, ലോകത്തിൽ ആർഭാടത്തോടെ ജീവിക്കാനില്ല, ആഡംബരത്തോടെ കൂടെ ജീവിക്കാനില്ല. പിന്നെയോ ഈ ലോകത്തിൽ ദൈവ ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിച്ച വേഗം വരുന്ന കർത്താവിനെ എതിരേൽക്കുവാൻ വേണ്ടി ഒരുക്കപ്പെടുവാനാണ് നമ്മുടെ കർത്താവായ യേശു എത്രയും വേഗത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു. അന്നത്തെ ദിവസത്തിൽ ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അന്നത്തെ ദിവസത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ 34-ാമത്തെ വാക്യത്തിൽ യേശു പ്രകാരം പറഞ്ഞു, 2 പേർ കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ കൈവിടപ്പെട്ടു പോകും. 2 പേർ വയലിലായിരിക്കും, ഒരാൾ കൈവിടപ്പെട്ടു പോകും, ഒരാൾ ചേർക്കപ്പെടും. 2 പേർ പൈസാട്ട്. ആ രാത്രിയിൽ 2 പേർ ഒരു കിടക്കമേലായിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. 2 പേർ ഒന്നിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തിയെ കൈക്കൊള്ളും, മറ്റവളെ ഉപേക്ഷിക്കും. 2 പേർ വയലിലിരിക്കും, ഒരുത്തനെ കൈകൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. എന്ന് പറഞ്ഞാൽ ഒരാളിനെ ഉപേക്ഷിച്ച് ഒരാളിനെ കൊണ്ടുപോകുന്നല്ല. അതുകൊണ്ട് 2 പേർ ഒരുമിച്ച് ഇരിക്കേണ്ടെന്ന് ചിന്തിക്കരുത്. ദൈവത്തിന് സ്തോത്രം. അതിന്റെ അർത്ഥം ഒരുങ്ങിയിരുന്നവർ പോകും, ഒരുക്കമില്ലാത്തവർ കൈവിടപ്പെട്ടു പോകും. നാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സെയീരിൽ നിന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരു ശബ്ദം നമുക്ക് അവിടെ കേൾക്കാം. അവിടെ ചോദിക്കുന്നു, കാവൽക്കാരാ, കാവൽക്കാരാ, രാത്രി എന്താ എന്ന് സെയീരിൽ നിന്ന് ഒരുവൻ വിളിച്ചു ചോദിക്കുന്നു. അപ്പോൾ കാവൽക്കാരൻ പറയുന്ന ഒരു മറുപടി കൂടെ വായിച്ചു കേട്ടതിന് ശേഷം ഈ ശുശ്രൂഷയുടെ അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. വായിച്ചാട്ട്. ഭൂമിയെക്കുറിച്ചുള്ള പ്രവാചകം, കാവൽക്കാര രാത്രി എന്തായി, കാവൽക്കാര രാത്രി എന്തായി എന്ന് ഒരുത്തൻ സെയീരിൽ നിന്ന് എന്നോട് വിളിച്ചു ചോദിക്കുന്നു. അതിന് കാവൽക്കാരൻ, പ്രഭാതവും രാത്രിയും വന്നിരിക്കുന്നു. പ്രഭാതവും രാത്രിയും വന്നിരിക്കും. എങ്ങനെയാണ് പ്രഭാതവും രാത്രിയും ഒരുമിച്ച് വരുന്നത്? ഒരുമിച്ച് വരത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രഭാതം വരുമ്പോൾ അടുത്ത രാത്രിയല്ല, അടുത്തൊരു വെളിച്ചമാണ്. എന്നാൽ കർത്താവിന്റെ വരവെന്ന് പറയുന്നത് ഒരു പ്രഭാതവും രാത്രിയും ഒരുമിച്ച് വരാൻ പോവുകയാണ്. അതിന്റെ അർത്ഥം എന്ത്? യേശുവിന്റെ